ഹലോ ഗൈസ്, ഞങ്ങളിന്നൊരു ഡാഷ് ക്യാം അൺബോക്സിംഗ് ആണ്. 70 mAhയുടെ ഡാഷ് ക്യാം ആണ്. ഇത് 14,000 റുപ്പീസാണ് ഇതിൻ്റെ വില. 13,999 രൂപ. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഈ 70 mAhയുടെ ഡാഷ് ക്യാമിൻ്റെ പ്രത്യേകത സോണി സ്റ്റാർവിസ്, അതായത് ഇപ്പോഴത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു സെൻസറാണ്. ഈ സോണി സ്റ്റാർവിസ് 2 എന്ന സെൻസറാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവമാണ് തുറന്നു വരുന്നത്. ക്യാമറ ഇതാണ് വരുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ഇത് ബാക്കിലെ ക്യാമറ. 2 ക്യാമറയും കൂടാണ് ഈ 14,000 റുപ്പീസ്. പക്ഷേ ഒറ്റ ക്യാമറയായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതിന് 7,000 രൂപ അത്രയൊക്കെ വരും. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, 70 mAhയുടെ ഈ പ്രത്യേകത സോണി സ്റ്റാർവിസിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സുപ്പീരിയർ ലോ ലൈറ്റിലും നൈറ്റ് വിഷനിലും നല്ല പെർഫോമൻസ് ആയിരിക്കും ഈ സാധനത്തിന്. HDRF ഹൈ കോൺട്രാസ്റ്റ് HDR നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. അതായത് 1944p തന്നെ കിട്ടും. ക്രിസ്പ് 2.7K റെസൊല്യൂഷൻ തന്നെയാണ് ഇതിനുള്ളത്, ബോത്ത് ഡേ ആൻഡ് നൈറ്റിൽ. HDR വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ് ഉണ്ട്. അതായത് ബോത്ത് ഫ്രണ്ടും റിയറിലെയും ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡിംഗ് നടക്കുന്നതായിരിക്കും. ഫ്രണ്ട് ക്യാമറ 3K ആണ്, ബാക്ക് ക്യാമറ പക്ഷേ ഫുൾ HD ആണ്. ഇതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇതിനകത്തൊരു ബിൽട്ടിൻ GPS മൊഡ്യൂളുണ്ട്. പിന്നെ അഡാസ് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഇതിനുണ്ട്. അതായത് നമുക്കിപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ ADAS ഉണ്ട്. അതായത് മുമ്പിൽ പോകുന്ന വണ്ടി സ്ലോ ആക്കുമ്പോൾ നമ്മുടെ വണ്ടി സിഗ്നൽ തരും. മുമ്പിൽ പോകുന്ന വണ്ടി ലൈൻ മാറുകയാണെങ്കിലോ ഒക്കെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ, നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ നമ്മുടെ വണ്ടി തന്നെ ലൈൻ മാറിയാലും വാർണിംഗ് സൈൻ തരാറുണ്ടല്ലോ. അഡ്വാൻസ്ഡ് വണ്ടികളിലൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വാഹനത്തിൽ ഇതില്ല എങ്കിൽ ഈ ക്യാമറ അഡാസ് ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ് തരും, ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് തരും, ഫ്രണ്ട് വെഹിക്കിൾ സ്റ്റാർട്ട് ചെട്ടുന്ന് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വാർണിംഗ് തരും. അതുപോലെ ഡ്രൈവർ സേഫ്റ്റി എൻഹാൻസ് ചെയ്യുന്നൊരു സാധനമാണ്. പിന്നെ ഈ പാർക്ക് സർവൈലൻസ് മോഡും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റൊക്കെ തന്നിട്ടുണ്ട്, 70 mAhയുടെ ബുക്ക്ലെറ്റ്. നമുക്ക് ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഈ സാധനം. നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെത്താനെ ഓണായി റെക്കോർഡ് ചെയ്യും, ആരെങ്കിലും വണ്ടിക്ക് അടുത്തോട്ട് വന്നാലൊക്കെ. പക്ഷേ അത് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാഹനത്തിനുള്ളിലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ വാഹനത്തിൻ്റെ വാറണ്ടി വല്ലതും മോശമാക്കുമായിരിക്കും. അതുകൊണ്ട് അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് തന്നെത്താനെ ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയേ ഉള്ളൂ ഇതിനകത്ത്. 60 FPS റെക്കോർഡിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. 64 GB വരെയുള്ള മെമ്മറി കാർഡുകൾ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും. 128 GB വരെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ വന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ കേബിൾ ആയിരിക്കും. നമുക്ക് വെച്ച് നോക്കിയിട്ട് പറയാം ഇതെന്തുവാണെന്ന്. അതിൻ്റെ കൂടെ വരുന്ന മറ്റു സംഭവങ്ങളുണ്ട്. ഒരു കേബിളാണ്. അഡാപ്റ്ററും ഉണ്ട്, വലിയ അഡാപ്റ്ററും ഉണ്ട് കൂടെ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീന് ഇവിടെയാണ്. ഇത് ഇളക്കണം. ഇതതിൻ്റെ സ്ക്രീൻ. ഇത് ഇളക്കിയ അതിൻ്റെ കേബിളിലോട്ട് ഇത് നേരിട്ട് കുത്തുക. നമുക്ക് വണ്ടിയുടെ ചാർജിങ് പോർട്ടിലോട്ടും കുത്തണം. വണ്ടിയിൽ ചാർജിങ് പോർട്ടിലോട്ട് അഡാപ്റ്റർ കുത്തുകയാണ്. അപ്പോൾ ഗൈസ്, ആ ലൈറ്റ് കത്തി എവിടെ തട്ടിയപ്പോൾ എനിക്കറിയത്തില്ല. ഇത് നമുക്ക് ഊരണം. ലൈറ്റ് കത്തിയതാ. ഇത് നമുക്ക് ഊരണം. ഊരാൻ പോവാണ് ഗുയിസ്. എന്താ ഗെയിം ഇംഗ്ലീഷ് എന്ന് നമുക്ക് എടുക്കാൻ പോവാണ്. റിക്കോർഡ്ക്കോ വർക്കാവോ? വർക്കായില്ല. സെറ്റാക്കാം. ഓ മാൻ, വർക്കായിരിക്കുന്നു. ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. ഡേറ്റ് എത്ര? 2025 + 25. ഇത് ഇങ്ങോട്ടാക്കിയാൽ അടുത്തതിലോട്ട് വരുമായിരിക്കും. ഇത് മാസമായിരിക്കും. 28 എങ്ങാണ്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് നോക്കിയിട്ട് പറയാവേ. 8:32 ഡൗൺലോഡ് ആപ്പ് ഇത് കിടക്കും. എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്തേക്കാം. നമ്മളിപ്പോൾ ഓണാക്കി എടുത്തിട്ടുണ്ട്. എന്താണ് ക്യാമറ കാണുന്നത്? 4 ഓഡിയോ റെക്കോർഡിംഗ് ഓണാണെന്ന് കാണിക്കുന്നുണ്ട്. റെക്കോർഡിംഗ് എമർജൻസി വീഡിയോ സ്വിച്ച് ആക്കിയപ്പോൾ കാണുന്നതാണ്. ഇൻഡയറക്റ്റ് ആൽബം നോക്കാം നമുക്ക്. റെക്കോർഡ് ചെയ്ത വീഡിയോസ്. ഒരു പ്രത്യേകതയുള്ളത്, ഇതൊരു വൈഫൈയുടെ സൈൻ കാണാം, കണ്ടോ? ഈ വൈഫൈയുടെ സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്പ് നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ക്യാമറയുടെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്താൽ നമുക്ക് നേരിട്ട് ഈ വീഡിയോസ് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഇതിനകത്ത് സേവായി വരുന്ന വീഡിയോസ് നേരിട്ട് ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ തരാ.